ഏത് വിഷയത്തില? ഹലോ, അവർക്ക് എന്താ നിലപാട്? അവരെല്ലാം ഇതിന്റെ കൂടെയല്ലേ? അവര് കോൺഗ്രസും CPM-ഉം പരസ്യമായി വഖഫ് ബോർഡിന്റെ കൂടെയാണ്. പിന്നെ സോണിയാഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും പ്രത്യേക നിലപാടൊന്നുമില്ലല്ലോ. അവരാരാണ് ഇക്കാര്യത്തിൽ വിശ്വസിക്കുന്നത്? സതീശന് നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയല്ലേ? ഇവിടെ വന്ന് ഈ പാവങ്ങളെ മുമ്പിൽ പറഞ്ഞതെന്താ? വഖഫ് ഭൂമിയല്ല. ഇപ്പൊ സതീശൻ നട്ടൽ അവിടെ ഉണ്ടോ അതല്ല വാഴപ്പിണ്ടി വെച്ചിട്ടാണോ നടക്കുന്നത്? സതീശ, ഇതിനേക്കാളും നല്ലത് ഒരു കഷ്ണം കയറെടുത്തിട്ട് കെട്ടിത്തൂങ്ങി ചാവുന്നതല്ലേ? സംസ്ഥാനത്തിന്റെ ഒരു പ്രതിപക്ഷ നേതാവ് പരസ്യമായി വന്ന് പറയുകയാണ് മുനമ്പം വഖഫ് ഭൂമിയല്ല. 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മാറ്റി പറയുകയാണ്. ആത്മഹത്യാപരം സതീശ. ഇതിനും ഭേദം ആത്മഹത്യ ചെയ്യുന്നതാണ്. ആത്മഹത്യാപരമായ നിലപാടാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്. അല്ലല്ല, കേരളത്തിന് ഒരു അവഗണനയും ഇല്ല. നടന്നത് കേന്ദ്ര ബജറ്റാണ്, കേരള ബജറ്റല്ല. കേരളത്തിന് എല്ലാം കിട്ടിയിട്ടുണ്ട്. ആര് പറഞ്ഞു കിട്ടിയില്ല? ടാക്സ് ഷെയർ കുറവുണ്ടോ? അല്ല, അതിന് ഞാൻ മറുപടി പറയുന്നില്ല. ചോദ്യം നിങ്ങൾ പറയും, കേരളത്തിന് എന്തല്ല കിട്ടിയത്? എന്താ കിട്ടിയത്? കേന്ദ്രം അനുവദിച്ച എല്ലാ പദ്ധതികളുടെ ആനുകൂല്യം കേരളത്തിന് കിട്ടിയിട്ടുണ്ട് അല്ലെ? എന്താ കിട്ടാത്ത? എന്താണെന്ന് നിങ്ങൾ പറയും. കിട്ടാത്ത ഒരു കാര്യം പറയും നിങ്ങൾ. സാർ, ഒരു കാര്യം കിട്ടാത്ത പറയും നിങ്ങൾ പറയും. ഞാൻ ചർച്ചയ്ക്ക് വരാം. കിട്ടാത്ത ഒരു കാര്യം നിങ്ങൾ പറയും. നിങ്ങൾ പറയും വയനാട് പാക്കേജ് പറഞ്ഞില്ല. ഒന്നാമത് നിങ്ങൾ കുറെ കാലം ഡൽഹിയിലുണ്ടായിരുന്നല്ലോ താങ്കൾ. ഇതൊക്കെ ബഡ്ജറ്റിൽ വിളമ്പുന്നതാണോ? വിഡ്ഢിത്തങ്ങൾ നിങ്ങൾ പറയരുത്. നിങ്ങൾ കഴിഞ്ഞ 11 വർഷമായി ബജറ്റ് അവതരിപ്പിക്കുന്നത് കണ്ടിട്ടുള്ള അനുഭവസ്ഥരായിട്ടുള്ള മാധ്യമപ്രവർത്തകരാണ്. അരുണിനെ പോലെ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചാല് ഇതൊന്നും സഹോദരി, ഇതൊന്നും ബജറ്റിലല്ല പ്രഖ്യാപിക്കുന്നത്. നിങ്ങൾ അറിയാത്ത കാര്യങ്ങളാണ്. ഞാൻ ചോദിക്കട്ടെ, വിദ്യാഭ്യാസത്തിന് എന്റെ ചോദ്യം, കഴിഞ്ഞ 10 വർഷം മുമ്പ് വിദ്യാഭ്യാസത്തിനും ഉന്നത വിദ്യാഭ്യാസത്തിനും എത്ര കിട്ടി? ഇപ്പൊ എത്ര കിട്ടി? കഴിഞ്ഞ 10 വർഷം മുമ്പ് UPA ഭരണകാലത്ത് ടാക്സ് ഷെയർ എത്ര കിട്ടി? ഇപ്പൊ എത്ര കിട്ടി? പറയട്ടെ. നിങ്ങൾ അങ്ങനെ അങ്ങ് വിളമ്പി പോവല്ല. കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പ് തൊഴിലുറപ്പ് പദ്ധതിക്ക് എത്ര കിട്ടി? ഇപ്പൊ എത്ര കിട്ടി? എല്ലാം കണക്ക് വെച്ച് ഞങ്ങൾ പറയാം. നിങ്ങൾ CPM-ന് വേണ്ടിയിട്ട് കോൺഗ്രസിന് വേണ്ടിയിട്ടുള്ള ഈ രാഷ്ട്രീയം അവസാനിപ്പിക്കണം. ഇന്നലെ 2 പ്രധാന പത്രങ്ങൾ ഞാൻ നോക്കി. സുധാകരൻ മുതലുള്ള എല്ലാവരുടെയും പ്രതികരണം, BJPയുടെ ഒരു പ്രതികരണം കൊടുത്തില്ല. ഇത് മര്യാദയല്ല നിങ്ങൾ കാണിക്കുന്നത്. അല്ലല്ല, കേരളം നമ്പർ 1 ആണ് എന്നുള്ള അമിതമായിട്ടുള്ള അവകാശവാദം സംസ്ഥാനത്തിന് നല്ലതല്ല. പല കാര്യങ്ങളിലും കേരളത്തിന്റെ പിന്നോക്കാവസ്ഥ കേന്ദ്രത്തിന് മുമ്പിൽ അറിയിക്കുന്നതിൽ സംസ്ഥാനം പരാജയപ്പെട്ടിരിക്കുന്നു. അതൊരു വസ്തുതയാണ്. ഞാൻ ചോദിക്കട്ടെ, മരുന്നില്ല ആശുപത്രിയിൽ. ഞങ്ങൾ നമ്പർ 1 ആണെന്ന് പറഞ്ഞിട്ട് പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ട് കാര്യമുണ്ടോ? കേരളത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യാതെ കേരള ഗവൺമെന്റിനെ രക്ഷിച്ചു കൊടുക്കുന്ന പണിയിൽ എന്തിനാണ് നിങ്ങൾ ഏർപ്പെടുന്നത്? മോദി സർക്കാർ ചരിത്രത്തിലെ ഏറ്റവും നല്ല ബജറ്റാണ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ആരും അതിനെ എതിർക്കുന്നില്ല. എതിർക്കുന്നതാകെ പിണറായി വിജയനും VD സതീശനും പിന്നെ മലയാള മാധ്യമങ്ങളും.